Dear friends, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപ്പോസിഷണൽ കാൽക്കുലസിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലോജിക്കൽ കണക്റ്റീവ്സ്, അതുപോലെ ഡിസ്ജങ്ഷൻ, കൺജങ്ഷൻ. ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ജങ്ഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അത് വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരയ്ക്കണം, നെഗേഷൻ ഉണ്ട്, കണ്ടീഷണൽ കണക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ അതേപോലെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതില് എന്താണ് പ്രപ്പോസിഷണൽ കാൽക്കുലസ്? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്നുള്ള രീതി? വാട്ട് ഈസ് പ്രപ്പോസിഷൻ? പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ ചോദിക്കാനുണ്ട്. അപ്പൊ എന്താണ് പ്രപ്പോസിഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. ചില തിയറം, ലെമ്മ, അതുപോലെ തന്നെ കുറെ പ്രപ്പോസിഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതില് ഒരു എക്സാമ്പിൾ ആയിട്ട് യൂണിവേഴ്സലി നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ, ചില സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം പ്രപ്പോസിഷൻ അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ജസ്റ്റ് നമുക്കൊരു പ്രപ്പോസിഷൻ നോക്കണമെങ്കിലും ഒരു തീറം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പറയാം, ഒരു പ്രപ്പോസിഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ടുണ്ട്. അപ്പൊ സെന്റൻസ് എന്നൊക്കെ പറയുന്ന സാധനം എന്ത്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? ചില സെന്റൻസുകളെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതില് ആ, രണ്ട് പ്രപ്പോസിഷൻസിനെ, അത് രണ്ട് പ്രപ്പോസിഷൻ ഉണ്ടാവും, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്, പിയും ക്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനിലോട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്നതിനകത്ത് ആദ്യത്തെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഡിസ്ജങ്ഷൻ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ജസ്റ്റ് ഓർത്തിരിക്കുക എന്നുള്ളൂ. ഡിസ്ജങ്ഷൻ ഓഫ് ടു പ്രപ്പോസിഷൻ ഓഫ് ടു പ്രപ്പോസിഷൻസ്. ഈ പ്രപ്പോസിഷൻ ജസ്റ്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് ജസ്റ്റ് കണക്കാക്കിയാൽ മതി. പ്രപ്പോസിഷൻസ്, ആദ്യത്തെ സെന്റൻസിനെ അല്ലെ പ്രപ്പോസിഷനെ പി എന്നും രണ്ടാമത്തേനെ നമ്മൾ ക്യൂ എന്നും. പി ആൻഡ് ക്യൂ ഈസ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്താണെന്ന് കണ്ടല്ലോ, ഡിസ്റ്റിങ്ഷൻ ഓഫ് ടു പ്രപ്പോസിഷൻ പി ആൻഡ് ക്യൂ ഈസ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പി ഓർ ക്യൂ. പി ഓർ ക്യൂ എന്ന്, പി അല്ലെങ്കിൽ ക്യൂ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡിനോട്ടഡ് ബൈ സിമ്പൽ ഉണ്ട്. പി എഴുതിയിട്ട് വി എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. അതിനെ വെഡ്ജ് സിമ്പൽ എന്ന് നമ്മൾ വിളിക്കും. അപ്പർ വെഡ്ജ് ആയിട്ടുള്ള ഒരു സാധനമാണ് വെഡ്ജ് സിമ്പൽ, പി വി ക്യൂ. അപ്പൊ ഇതില് പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് ട്രൂത്ത് ടേബിൾ ഓഫ് ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ട്രൂത്ത് ടേബിൾ. അപ്പൊ ഇതില് വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് ഡിസ്റ്റിങ്ഷൻ ആണ്. ട്രൂത്ത് ടേബിൾ ഓഫ് പി വി ക്യൂ എന്ന് പറയുന്ന സാധനം എങ്ങനെ എഴുതുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തൊരു നോട്ടായിട്ട് താഴെ എഴുതിക്കുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഡിസ്ജങ്ഷൻ ഈസ് ട്രൂ. ഡിസ്റ്റിങ്ഷൻ എപ്പോഴും ട്രൂ ആവുന്നത് ഈസ് ട്രൂ ഇഫ്, ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെയെന്ന് ചോദിച്ചാൽ, ഇഫ് at least one of the proposition is true. one of the proposition is true. ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ഷൻ ഈസ് ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രപ്പോസിഷൻ ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പി അല്ലെങ്കിൽ ക്യൂ, പി ഓർ ക്യൂ എന്നാണ് പറയുന്നത്. അപ്പം
ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ് എന്ന് പറയുന്ന രീതിയിലാണ് അത് പോകുന്നത്. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വരയ്ക്കും. അപ്പൊ അതില് രണ്ട് സ്റ്റേറ്റ്മെന്റും ഇതിൽ ഏതെങ്കിലും ഒരാൾ ട്രൂ ആയാൽ ഔട്ട്കം, ഔട്ട്പുട്ട്, അതായത് പി ഓർ ക്യൂ എന്ന് പറയുന്ന സാധനം ട്രൂ ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധിച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ കോമ്പൗണ്ട് ആയിട്ടുള്ള പി ഓർ ക്യൂ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പി വി ക്യൂ എന്ന് പറയുന്ന സാധനം, പി ഡിസ്ജങ്ഷൻ എന്ന് വേണം പഠിക്കാൻ. പി വി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല, ജസ്റ്റ് വി എന്ന് പറയുന്നത് സിമ്പിളിനെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്ന അത് ട്രൂ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പി അല്ലെങ്കിൽ ക്യൂ ട്രൂ ആയാൽ മതി. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ അതില് ജസ്റ്റ് ട്രൂത്ത് ടേബിളിലോട്ടൊന്ന് പോവുകയാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കാം. എക്സാമ്പിൾ, ലെറ്റ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് റെയിനിങ്, റെയിനിങ്. ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് കോൾഡ്. അപ്പം പി ഓർ ക്യൂ എന്ന് പറയുന്ന പി വി ക്യൂ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഇറ്റ് ഈസ് റെയിനിങ് ഓർ ഇറ്റ് ഈസ് കോൾഡ്. അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ട്രൂത്ത് ടേബിൾ നമ്മളൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ട്രൂത്ത് ടേബിൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ട്രൂത്ത് ടേബിൾ. അപ്പൊ പി എഴുതുന്നു, ക്യൂ എഴുതുന്നു, പി വി പി ഡിസ്ജങ്ഷൻ ക്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പം രണ്ട് ടേബിളാണ്. ടേബിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും. ടേബിൾ കൊടുക്കുക. അപ്പൊ പി ട്രൂ ആണ്, അതുപോലെ ക്യൂവും ട്രൂ ആണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പിക്കോ ക്യൂക്കോ ട്രൂ ആയിട്ട് വന്നാൽ ഔട്ട്കമും ട്രൂ ആയിരിക്കും, ഏതെങ്കിലും ഒന്നിന്. ഇനി അടുത്തത് പി ട്രൂവും ക്യൂ ഫോൾസും ആണെന്ന് ഇരിക്കട്ടെ. റെയിനിങ് ആണെന്ന് വെച്ചിട്ട് കോൾഡ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ട്രൂ ഫോൾസ്, പക്ഷെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആ, പി ട്രൂ ഓർ ക്യൂ ട്രൂ, ക്യൂ ഓർ ഏതെങ്കിലും ഒന്ന്, പി ഓർ ഇവിടെ പി അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയതുകൊണ്ട് ഔട്ട്പുട്ടും ട്രൂ ആയിട്ട് കിട്ടും. അടുത്തത് പി ഫോൾസും ക്യൂ ട്രൂ ആണെന്നിരിക്കട്ടെ, അപ്പോഴും എന്തായിരിക്കും? ഔട്ട്പുട്ട് ട്രൂ ആണ്. അപ്പൊ ഫോൾസ് ഫോൾസ് എന്ന് പറയുന്ന ഇനി ഒരു ചാൻസും കൂടെ ഉണ്ടല്ലോ, രണ്ടും ഫോൾസ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ട്രൂ എഴുതാൻ പറ്റത്തുള്ളൂ. ഫോൾസ് ഫോൾസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടേ നമുക്ക് വരത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴി നമുക്ക് ക്ലിയർ ആയിരുന്നത് കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് പ്രിലിമിനറി സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് ആയിട്ടുള്ള എന്നാന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. കൺജങ്ഷൻ. അപ്പൊ അതിലോട്ടൊന്ന് നോക്കാം. കൺജങ്ഷൻ, കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൺജങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കാം. we call the compound statement രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പി ആൻഡ് ക്യൂ, രണ്ടും കൂടെ, ഓർ അല്ല, രണ്ടും ഒരുമിച്ച് വേണം. ദ കൺജങ്ഷൻ ഓഫ് the statements P and Q. സംഭവം ഇത്രയേ ഉള്ളൂ. ഡിസ്ജങ്ഷൻ ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി അല്ലെങ്കിൽ ക്യൂ, പി ഓർ ക്യൂ. കൺജങ്ഷൻ ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്സ് പി ആൻഡ് ക്യൂ, പിയുടെയും ക്യൂവിന്റെയും കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പി ആൻഡ് ക്യൂ എന്നാണ് കൺസെപ്റ്റ്. ഇവിടെ ആൻഡിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ കൺജങ്ഷനും, ഓർ എന്ന് പറഞ്ഞാൽ ഡിസ്ജങ്ഷനുമാണ് സംഭവം. ആൻഡ് കൺജങ്ഷൻ, ഓർ എന്ന് പറഞ്ഞ ഡിസ്ജങ്ഷൻ. അപ്പം ഈ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് രണ്ടും പിയും ക്യൂ ഒരേ സമയം തന്നെ എന്നുള്ള രീതിയിലാണ്. പിയും ക്യൂ ഒരേ രീതിയിൽ. മറ്റേടത്ത് പി അല്ലെങ്കിൽ ക്യൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്
നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു നോട്ടായിട്ട് എഴുതുക. ഇത് എങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺജങ്ഷൻ ഈസ് ട്രൂ only if both propositions are true. രണ്ട് പ്രപ്പോസിഷനും ഒരേ സമയം തന്നെ ട്രൂ ആയാൽ മാത്രമേ, ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കളയാം. രണ്ടും ഒരേ സമയത്താണെന്ന് വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ട്രൂത്ത് ടേബിൾ ജസ്റ്റ് വരച്ചു നോക്കാം, ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പൊ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിയും ക്യൂവും എഴുതണം. ഇതിനെ ഡിനോട്ട് ചെയ്യണമല്ലോ. ഡിനോട്ടഡ് ബൈ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പി ആൻഡ് ക്യൂ എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്, പി ഡിസ്ജങ്ഷൻ, അതായത് തലതിരിച്ചുള്ള പി എന്നുള്ള രീതിയിൽ. അപ്പൊ പി കൺജങ്ഷൻ ക്യൂ, പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് തലതിരിച്ചിടണം. അപ്പൊ ഇതില് പി എന്ന് പറയുന്ന സാധനം നമ്മൾ ട്രൂ എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുക, ക്യൂ എന്ന് പറയുന്നത് ട്രൂ കൊടുക്കുക. അപ്പം രണ്ടുപേരും ഒരേ സമയം ട്രൂ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ. ഇനിയുള്ള ട്രൂ ഫോൾസ് ഉണ്ട്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ട്രൂ അല്ലല്ലോ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കൺജങ്ഷൻ ഈസ് ട്രൂ only if both പ്രപ്പോസിഷൻ ആർ ട്രൂ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ട്രൂവും ഫോൾസും ആയി. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഫോൾസ് ആയിട്ട് മാറും. അടുത്തത് ഫോൾസ് ട്രൂ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ, അതും ഫോൾസ് ആണ്. ഫോൾസ് എന്ന് വന്നാൽ അതും ഫോൾസ് ആയിട്ട് നമുക്ക്. ഇതാണ് എന്ത്, കൺജങ്ഷന്റെ ട്രൂത്ത് ടേബിള് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൺജങ്ഷൻ എന്താണ്, ഡിസ്ജങ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺജങ്ഷൻ എന്താണെന്ന് കണ്ടു, ഡിസ്ജങ്ഷൻ എന്താണെന്ന് കണ്ടു, അതിന്റെ ട്രൂത്ത് ടേബിളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നെഗേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അടുത്തത് നെഗേഷൻ എന്ന് പറയുന്ന ഒരു ലോജിക്ക്, നമ്മുടെ ഇതാണ് ലോജിക്കൊക്കെ കണക്റ്റീവ്സ് ആണ്. നെഗേഷൻ, വാട്ട് ഈസ് നെഗേഷൻ? അപ്പം ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കുന്നത് ദ നെഗേഷൻ ഓഫ് എ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപ്പോസിഷൻ, നെഗേഷൻ ഓഫ് എ പ്രപ്പോസിഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈസ് നോട്ട് പി. അതിനാണ് പറയുന്നത് നോട്ട് പി, പി അല്ല. അപ്പം പി അല്ല എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ നെഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിനോട്ടഡ് ബൈ നെഗേഷൻ സിമ്പിൾ ഇങ്ങനെ ഒരു ടിൽഡേ സിമ്പിൾ ആണ്, നെഗേഷൻ പി എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ പി ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. ശ്രദ്ധിച്ച് പി എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടുന്നു, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗേഷൻ പിയുടെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കൺസെപ്റ്റുകളേ ഉള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. എക്സാമ്പിൾ സംഭവം ഇവിടെ ഒരു കണ്ടീഷനും കൂടെ എഴുതുക. ദാറ്റ് ഈസ് നെഗേഷൻ റിവേഴ്സസ് ദ ട്രൂത്ത് ടേബിൾ. അങ്ങനെയും കൂടെ ഓർത്തിരിക്കുക, ട്രൂത്ത് ടേബിളിനെ റിവേഴ്സ് ചെയ്യും, ട്രൂത്ത് വാല്യൂവിനെ റിവേഴ്സ് ചെയ്യും എന്നുള്ളത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, പി ടുഡേ ഈസ് സൺഡേ. അപ്പൊ ഇന്ന് സൺഡേ ആണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് എന്താണ് നമുക്ക് നെഗേഷൻ എന്ന് പറയുന്ന രീതിയിൽ നെഗേഷനെ നമ്മൾ വിളിക്കുന്നത് ടിൽഡേ സിമ്പിൾ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. ചില ടെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം ഇങ്ങനെ ഇതിന് പകരം എന്താ ഇങ്ങനെയും നമുക്ക് നെഗേഷൻ പി എന്ന് വിളിക്കാം. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും നമ്മൾ കൊടുക്കാറുണ്ട്. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ നെഗേഷൻ പി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്
ടിൽഡെ പി എന്ന് പറയുന്നതായിട്ടാണ് നെഗേഷന് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. നെഗേഷൻ ഇങ്ങനെയും പല റെഫറൻസിൽ നെഗേഷൻ പി എന്ന് നമ്മൾക്ക് കൊടുക്കാറുണ്ട്. വളരെ ശ്രദ്ധിച്ച് നോക്കുക. നെഗേഷൻ പി എന്ന് പറയുന്നത് ഇങ്ങനെയും റെഫറൻസ് ചെയ്യാറുണ്ട്. അപ്പം നെഗേഷൻ പി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ഇപ്പൊ നെഗേഷൻ പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടുഡേ ഈസ് നോട്ട് സൺഡേ എന്നാണ് അതിന്റെ റിവേഴ്സ്. അതിന്റെ നെഗേഷൻ മീൻസ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നു. അപ്പൊ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണെങ്കിൽ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെഗേഷൻ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടെണ്ണേ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പം ഔട്ട്പുട്ട് ആകുമ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഉള്ളൂ. പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ്. പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ട്രൂ. ഇതാണ് ഔട്ട്പുട്ട്. അപ്പൊ ട്രൂ ഫോൾസ് ആവും, ഫോൾസ് എന്താവും? ട്രൂ ആവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഗേഷൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഇതിനെ നമ്മൾ പറയുന്നു. ഇനി കണ്ടീഷണൽ കണക്റ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടീഷണൽ കണക്റ്റീവ്സ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ ഇംപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇംപ്ലിക്കേഷൻ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മറ്റേത്, പി ഉണ്ടെങ്കിൽ മറ്റേത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ആരോ, റൈറ്റ് ആരോ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്താൽ മതി. പി ഇംപ്ലൈസ് ക്യൂ, അത് ഈസ് ഫോൾസ്. അത് ഫോൾസ് ആവണമെങ്കിൽ ഈസ് ഫോൾസ് ഓൺലി വെൻ, അവ എപ്പോഴും മാത്രമേ ആവത്തുള്ളൂ? ഓൺലി വെൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫോൾസ് ആവണമെങ്കിൽ only when P is true, P true ആവുകയും and Q is false, and Q false ആവുകയും ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് P implies Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫോൾസ് ആവുന്നു. ഇത്രയുള്ള ശ്രദ്ധിക്കേണ്ടത്. P implies Q എന്ന് പറയുന്നത്, P എന്ന് പറയുന്നത് ട്രൂ ആവുകയും Q എന്ന് പറയുന്നത് ഫോൾസ് ആവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് P implies Q എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആവുകയുള്ളൂ എന്ന്. കറക്റ്റ് ആയാലും പി ട്രൂ ആവുകയും ചെയ്യണം, ക്യൂ ഫോൾസ് ആവുകയും ചെയ്താൽ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവും. അതാണ് നമ്മുടെ കണ്ടീഷണൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഒരു എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പം ആ എക്സാമ്പിൾ സഹിതമുള്ള ഒരു സാധനം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇഫ് ഐ സ്റ്റഡി, ഞാൻ പഠിച്ചാൽ, രണ്ടാമത്തെ ക്യൂ, then I will pass. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സാമ്പിളിലോട്ട് നമ്മൾ കിടക്കുക. അപ്പൊ ഇതെങ്ങനെ കണക്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കണക്ട് ചെയ്യിക്കുന്ന പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും എന്ന് നോക്കാം. ഇഫ് ഐ സ്റ്റഡി then I will pass. ഇതല്ലേ അർത്ഥം? ഞാൻ പഠിച്ചാൽ ഇംപ്ലൈസ് ക്യൂ ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അടുത്തത് അതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ട്രൂത്ത് ടേബിൾ നമുക്ക് ഒരു നല്ലൊരു സ്പേസ് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ സൈഡിലോട്ട് താഴത്തോട്ട് മാറ്റിയിട്ട് ഇവിടെ ഐ വിൽ പാസ് മാറ്റിയിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ സൈഡിൽ വരും. ഓക്കെ. അപ്പൊ പി എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ പി ട്രൂ ആണ്, ഐ വിൽ പാസ്, ഞാൻ പാസ് ആവാനുള്ള സാധ്യതയും ട്രൂ ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആണ്. രണ്ടും ട്രൂ ആണെങ്കിൽ എന്താണ്? പി ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്, ട്രൂ ആയി. കാരണം പി ഫോൾസ് ആവാനുള്ള, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആവാനുള്ള ചാൻസ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ ഒറ്റ ചാൻസ് ഉള്ളൂ, പി ട്രൂ ആവുകയും ക്യൂ ഫോൾസ് ആകുന്ന സിറ്റുവേഷൻ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് അവസാനം ഫോൾസ് വരുന്നുള്ളൂ. സോ പി ട്രൂ ആൻഡ് ക്യൂ ഫോൾസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇവിടെ ഫോൾസ് ആവും. കാരണം അത് പക്കാ ഇതാണ്. ഇനി അടുത്തത് പി ഫോൾസും ക്യൂ ട്രൂ ആണ്, അപ്പോഴും ട്രൂ ആയിട്ടേ നമുക്ക് ഔട്ട്പുട്ട് വരത്തുള്ളൂ. കാരണം പി ട്രൂ ആകുകയും ക്യൂ ഫോൾസ് ആകുന്ന സിറ്റുവേഷൻ മാത്രമേ നമുക്ക് ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരത്തുള്ളൂ എന്നാണ് ഡെഫിനിഷൻ പ്രകാരം. സോ ഫോൾസ് ആൻഡ് ഫോൾസ് ഈസ് അഗെയിൻ ട്രൂ. കാരണം ചിന്തിക്കേണ്ട കാര്യമില്ല, ഇവിടെ ആകപ്പാട് ഒറ്റ കണ്ടീഷനിൽ പി ട്രൂ ആകുകയും ക്യൂ ഫോൾസ് ആകുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് ഫോൾസ് ആവത്തുള്ളൂ. അപ്പൊ ഫോൾസും വന്നാൽ അവസാനം ട്രൂ ആണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചിന്തിക്കാനുള്ളൂ. പി ക്യൂ എന്ന് പറയുന്ന കോളത്തിൽ
ഈ ലാസ്റ്റ് കോളത്തിൽ ഫോൾസ് വരാനുള്ള ചാൻസ് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പി ട്രൂ ആവുകയും ക്യൂ ഫോൾസ് ആവുകയും. അങ്ങനത്തെ സിറ്റുവേഷൻ മാത്രമേ നമുക്ക് ഫോൾസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. അത് ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ, അത് പി ട്രൂ ആവുകയും ക്യൂ ഫോൾസ് ആവുന്ന സിറ്റുവേഷൻ. ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് അവസാനത്തെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് തന്നെ വരും. ഫോൾസ് ഫോൾസ്, പി ഈ ഫൈവ് സ്റ്റഡി ഞാൻ പഠിച്ചില്ല, ദെൻ ഐ വിൽ പാസിന്റെ സംഭവമല്ലേ വരുന്നത്, ഐ വിൽ പാസും ഫെയിൽ ആവും. സോ ഫെയിൽ ഫെയിൽ ഒബ്വിയസ്ലി രണ്ടും ഫെയിൽ ആണെങ്കിൽ ഞാൻ പഠിച്ചില്ല, ഞാൻ പാസ്സാവില്ല. സത്യമാണ്, ശരിയല്ലേ? ആ സത്യമായിട്ടുള്ള ഔട്ട്പുട്ട് സത്യമാണ്, ഞാൻ പാസ്സാവില്ല. അതാണ് സംഭവം. ഇനി അടുത്തത്, ഞാൻ പഠിച്ചു പക്ഷെ തോറ്റു. ഇതും അതെന്താ, പഠിച്ചാൽ പിന്നെ തോക്കത്തില്ലല്ലോ, അത് ഒരു വേറൊരു സത്യമാണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് ഒരിക്കലും വരില്ല, അങ്ങനെ ഫോൾസ് ആയിട്ടേ വരത്തുള്ളൂ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. അതാണ് ആ സംഭവത്തിന്റെ, അതിന് ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരാൻ കാരണം. അപ്പൊ അത് സ്വാഭാവികമായിട്ടുള്ള കേസാണ്. അപ്പൊ ട്രൂ ട്രൂ ആണെങ്കിൽ പഠിച്ചു പാസ്സായി, ഓക്കെ ട്രൂ. പഠിച്ചു ഫെയിലായി, അത് പക്ഷെ നടക്കത്തില്ല, അപ്പൊ ഫോൾസ് ആണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, പാസ്സാവണം എന്നുള്ളതാണ് സംഭവം. അടുത്തത് ഫോൾസ്, പഠിച്ചില്ല ദെൻ ഐ പാസ്, അത് വേണേ പാസ് ആവാമല്ലോ, അങ്ങനെയും സാധ്യതയുണ്ടല്ലോ, അത് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ട്രൂ ആയി, ക്യൂ ട്രൂ ആയി ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടും ട്രൂ ആവണം. അപ്പം അടുത്തത് ഫോൾസ് ഫോൾസ്, അത് ട്രൂ ആവാനുള്ള ചാൻസ് നമുക്ക് അവിടെ ഉള്ളു. ഇത് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ച് വെക്കരുത്. നമ്മൾ പ്രാക്ടിക്കലി എക്സാമ്പിളിലോട്ട് കൺസെപ്റ്റ് വരാൻ പാടില്ല. നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവാൻ ഒരൊറ്റ ഓപ്ഷൻസേ ഉള്ളൂ. പി ട്രൂ ആകുകയും പിയുടെ കോളത്തിൽ ട്രൂവും ക്യൂവിന്റെ കോളത്തിൽ ഫോൾസും വന്നാൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന കോളത്തിൽ ഫോൾസ് ആവും എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ ഓർത്തിരുന്നാൽ മതി. ബാക്കി ഔട്ട്പുട്ട് പോസിറ്റീവ് ട്രൂ ആയിരിക്കും എന്നാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടീഷണൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കേസിൽ നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ്. ഇനി തിരിച്ച് നമുക്ക് ഇതേ കൺസെപ്റ്റ് തന്നെ വീണ്ടും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. ക്യൂ ഇംപ്ലൈസ് പി, അത് ഫോൾസ് ആവണമെങ്കിൽ, ഈസ് ഫോൾസ്, അതും ഇങ്ങനെ തന്നെയാണ്. ഫോൾസ് ആവണമെങ്കിൽ ക്യൂ ഈസ് ട്രൂ ആൻഡ് പി ഈസ് ഫോൾസ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഫോൾസ് ആകത്തുള്ളൂ. അപ്പം ഇത് കണ്ടീഷൻ ഇവിടെ ഇതിന് പകരം, ഇവിടെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ക്യൂ കൊടുക്കുക, ഇവിടെ എന്ത് കൊടുക്കുക, പി കൊടുക്കുക. അപ്പൊ ഇവിടെ തലയിരിച്ച് കൊടുക്കുക ക്യൂ പി. അപ്പൊ ഇവിടെയും തലയിരിച്ച് കൊടുക്കുക എന്താണ്, ക്യൂ പി. അപ്പൊ ക്യൂ പി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ലെവലിലുള്ള രീതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ നമുക്ക് തിരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ ലെവലിൽ നിന്ന് ഉള്ള ഒരു ട്രൂത്ത് ടേബിള് നമ്മൾ ഒന്നിച്ചൊന്ന് വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഒന്നിച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പം ഒന്നിച്ച് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കുന്നു. പി ക്യൂ, പി ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് പി. അപ്പം ഇത് ട്രൂ, ഇത് ട്രൂ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പൊ ടി ടി അതും ട്രൂ. അടുത്തത് നമ്മൾ ഫോൾസും ട്രൂ എഴുതുന്നു. ഫോൾസും ട്രൂ എഴുതുമ്പോഴത്തേക്ക് നോർമലി എഴുതുമ്പോഴത്തേക്ക് ഫോൾസ് ആൻഡ് ട്രൂ, അല്ലെങ്കിൽ തിരിച്ചെഴുതാം, ട്രൂ ആൻഡ് ഫോൾസ് എന്ന് എഴുതാം. ട്രൂ ഫോൾസ് രണ്ടാമത്തത്. ട്രൂ ഫോൾസ് വരുമ്പോഴത്തേക്ക് പി ട്രൂ ആവുകയും ക്യൂ ഫോൾസ് ആവുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫോൾസ്. ഇനി തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ക്യൂ ഫോൾസും ടി ട്രൂ, അത് കുഴപ്പമില്ല, ഇവിടെ ട്രൂ തന്നെ. ആദ്യത്തെ ആള് ട്രൂ ആവുകയും രണ്ടാമത്തെ ആൾ ഫോൾസ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ മാത്രമേ നമുക്ക് ഫോൾസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പി എന്ന് പറയുന്നത് ട്രൂ ആണ്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ ട്രൂ വരണം. കണ്ടോ?
അത് ഒന്ന് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുക, നമുക്ക് ഫോൾസ് ട്രൂ. അപ്പൊ ഫോൾസ് ട്രൂ, പി ഫോൾസ് ആൻഡ് ക്യൂ ട്രൂ. അപ്പൊ ഓട്ടോമാറ്റിക് പി ഇംപ്ലൈസ് ട്രൂ ആവും. ഇനി ഒന്ന് തിരിച്ചു നോക്കിക്കേ, പി ക്യൂ ട്രൂവും പി ഫോൾസ്. അപ്പം തിരിച്ചിങ്ങോട്ട് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്യൂ ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ് എന്ന് പറയുന്ന രീതി വന്നാൽ ഫോൾസ് ആവും. അങ്ങനെയാണ് രണ്ടും കൂടെ ഒന്നിച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഫോൾസ് ഫോൾസ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ട്രൂ ആണ്, തിരിച്ചും ട്രൂ ആയിട്ട് തന്നെ എത്തുള്ളൂ. ഇപ്പൊ ടി ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഒരു ടേബിളിൽ രണ്ടിനെയും കൂടെ രണ്ട് ഇംപ്ലിക്കേഷൻ കൂടെ വരയ്ക്കുന്നതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂ പി അങ്ങോട്ടും ഇങ്ങോട്ടും, ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും. അപ്പൊ പിയും ക്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ. അപ്പോൾ വന്നു കഴിയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ അത് നോക്കേണ്ടത് ഇവിടുത്തെ ഇവന്മാരെ രണ്ടുപേരെയാണ് നമ്മൾ നോക്കേണ്ടത്. പിയും ക്യൂവും വരച്ചിട്ട് സെപ്പറേറ്റ് ഇവരെ രണ്ടുപേരെയും നമ്മൾ സെലക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ബൈ കണ്ടീഷണൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ രണ്ടുപേരെയും സെലക്ട് ചെയ്ത്, അപ്പൊ ടീം വന്നിട്ടുണ്ട്, ടി വന്നാൽ ട്രൂ ആണ്, ഫോൾസ് ട്രൂ. അപ്പം ഫസ്റ്റ് ഈ പൊസിഷനിലുള്ള ആള് ഫോൾസും സെക്കൻഡ് പൊസിഷനിലുള്ള ആൾ ട്രൂ ആയതുകൊണ്ട് ഇവിടെ ഫോൾസ് ആവും. കണ്ടോ ഇവിടെ. അതുപോലെ ടി ഫോൾസ്, ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഫോൾസ് ആവും. ട്രൂ എന്ന് പറയുന്നത് ടി ആവാനേ പറ്റും. അപ്പൊ അതിലൊരു കാര്യമുണ്ട്, ബൈ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഫോൾസ് ആയിട്ടുണ്ട്. കണ്ടോ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ ഫോൾസ് ആവും. ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെങ്കിൽ രണ്ടുപേരും ഈ കണ്ടീഷനിൽ രണ്ടുപേരും ട്രൂ എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ട്രൂ ഇവിടെ കിട്ടിയത്, ഇവിടെയും ട്രൂ കിട്ടിയത്. ബാക്കി ഏതെങ്കിലും ഒരാൾ ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് അല്ലെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി ഫോൾസ് ആവുകയാണെങ്കിൽ പി ബൈ കണ്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് ഇതിനർത്ഥം, അതും ഫോൾസ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ എന്തായിരിക്കും, രണ്ട് സ്ഥലവും ഓക്കെ ആവണം, ശരിയാവണം. അപ്പൊ ഇത് ട്രൂ ട്രൂ എന്നുള്ള കണ്ടീഷനിലോട്ട് നമുക്ക് എത്തിച്ചേരുന്നതാണ്. ഇതാണ് ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ലോജിക്കൽ കണക്റ്റീവ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. എക്സ്ക്ലൂസീവ് ഓർ. അപ്പം എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ആണ്. അതിനെ നമ്മൾ എക്സോ ആർ എന്ന് എഴുതും, അങ്ങനെയൊക്കെ വിളിക്കാം. ലോജിക്കൽ സം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ലോജിക്കൽ സം എന്ന് വിളിക്കാം. അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്ലസ് ഇട്ടിട്ട് അതിനകത്ത് അതിനെ റൗണ്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ വരുന്നത് പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ അത് ട്രൂ ആവണമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്, അതായത് ഇത് ഔട്ട്പുട്ട് ആണല്ലോ, പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആവും, ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആവും. അപ്പൊ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ഈസ് ട്രൂ ഇഫ് എക്സാക്ട്ലി, അതായത് എക്സാക്ട്ലി വൺ ഓഫ് പി ഓർ ക്യൂ ഈസ് ട്രൂ. എക്സാക്ട്ലി ഏതെങ്കിലും ഒരെണ്ണം, പി അല്ലെങ്കിൽ ക്യൂ ഏതെങ്കിലും ഒരെണ്ണവേ ട്രൂ ആവാൻ പാടുള്ളൂ. ബട്ട് നോട്ട് ബോത്ത്. ഒരുമിച്ച് രണ്ടുപേരും പിയും ക്യൂ ഒരുമിച്ച് ട്രൂ ആയാൽ അതൊരിക്കലും ട്രൂ ആവില്ല. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെ വരുന്നേ, പി ക്യൂ ഉണ്ട്, പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ടി രണ്ടും ടിയും ക്യൂ ആണെങ്കിൽ ഇതിൽ ഫോൾസ് ആവും. ടി ഫോൾസ്, അപ്പൊ എന്താവും, ട്രൂ ആവും. കാരണം ഏതെങ്കിലും ഒന്ന്. അടുത്ത ഫോൾസ് ട്രൂ എന്ന് പറയുന്നത് ട്രൂ. അടുത്തത് ഫോൾസ് എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആയിട്ട് വരത്തുള്ളൂ. കാരണം എക്സാക്ട്ലി ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ പി എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന, പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരുന്ന ഔട്ട്പുട്ട്. അത് നമുക്ക് ഒരു വലിയൊരു ട്രൂത്ത് ടേബിളിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ഡൗൺ the truth table of
the truth table of table for like table of P implies Q. വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താണ്? ഡിസ്ജങ്ഷൻ, സോറി കൺജങ്ഷൻ എന്ന് പറഞ്ഞ ഓർ ആണോ? കൺജങ്ഷൻ, കൺജങ്ഷൻ, നെഗേഷൻ ആർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആർ എക്സ്ക്ലൂസീവ് ക്യൂ എന്ന് പറയുന്നു. ഇത്രയും വളരെ വലിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഡിസ്ജങ്ഷൻ എന്താണ് എന്നുള്ളതും കൺജങ്ഷൻ എന്താണ് സിമ്പിൾ വളരെ ഓർത്തോണം. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കൺജങ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ് ഈ തന്നിരിക്കുന്നത്, ആൻഡ് ആണ് തന്നിരിക്കുന്നത്, മറന്നു പോയത് ആൻഡ്. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ എക്സ്ക്ലൂസീവ് ക്യൂ എന്നുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം. അപ്പൊ ഇതിനെ ട്രൂത്ത് ടേബിൾ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൺസ്ട്രക്ട് ചെയ്ത് പോകാനേ സാധിക്കത്തുള്ളൂ. അപ്പൊ കൺസ്ട്രക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാം വരയ്ക്കുന്ന രീതിയിൽ ഓരോന്നോരോന്നും ചെയ്ത് പോവാം. അപ്പൊ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേതില് നമുക്ക് പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ആർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടാവണം. കാരണം 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആർ എന്ന് പറയുന്ന ആളുണ്ട്. ആറിന്റെ നെഗേഷൻ സിമ്പിൾ വന്നിട്ടുണ്ട്. ആറിന്റെ നെഗേഷൻ സിമ്പിൾ ഉണ്ട്. പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്. ക്യൂ ഇവിടെ ഇത് വരയ്ക്കണമെങ്കിൽ, ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പി വേണം, ക്യൂ വേണം, ആർ വേണം, നെഗേഷൻ ആർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ മതി, ക്യൂ നെഗേഷൻ ആർ കണ്ടുപിടിക്കേണ്ടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യൂ നെഗേഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. വലിയൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകും. അത് വളരെ വലിയൊരു ചോദ്യമാണ്. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് ഇനി ഒരാളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട് നമുക്ക്. അടുത്തത് എന്നാ, ആർ എക്സ്ക്ലൂസീവ് ഓവർ ക്യൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് പി ഇംപ്ലൈസ് എന്താണ്, ക്യൂ നെഗേഷൻ, സോറി ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത്രയും ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആണ് നമ്മൾ ഒരാളെയും കൂടെ കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് ഫൈനൽ പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ ഡയറക്ട് എക്സ്ക്ലൂസീവ് ഓർ ക്യൂ. അപ്പം ഇവിടെ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ അടുത്തത് ക്യൂ ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ടി വരുമ്പോഴത്തേക്ക് ആറ്, അപ്പോ എന്താ ആറ് ട്രൂ ആവുന്നു. മൂന്നെണ്ണവും 3 പേരുടെയും കൂടെ കോംബോ ആണ് നോക്കുന്നത്. അപ്പം 2 പേരുടെ കോംബോ അല്ല, 3 പേരുടെ കോംബോ. അപ്പൊ ഇവിടെ ടി വന്നു. അപ്പൊ നെഗേഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. ട്രൂ ആയതുകൊണ്ട് ആർ മാത്രം കൺസിഡർ ചെയ്ത് ഫോൾസ് ചെയ്തു. അടുത്തത് ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ ആണ്. അപ്പൊ ആൻഡ് ആണ് രണ്ടും. ആൻഡ് എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ. ക്യൂവും നെഗേഷൻ ആറും എന്ന് പറയുന്നത് 2 പേര് ഒരുമിച്ച് ട്രൂ ആയാൽ മാത്രം അവർ ട്രൂ ആവുന്ന രീതിയാണ്. അപ്പൊ ഇവിടെ ഫോൾസ് ആണ്. കാരണം ഇവിടെയും ഫോൾസ്, ഇവിടെയും ട്രൂ. അപ്പൊ ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഫോൾസ്, 2 ഒരുമിച്ച് ആൻഡ് ഒരുമിച്ച് വരണമല്ലോ. അപ്പൊ അത് ഫോൾസ് ആവാനേ നമുക്ക് അവിടെ വരത്തുള്ളൂ. ഇനി അടുത്തത് ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ. ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുമ്പോൾ ആർ എക്സ്ക്ലൂസീവ് ക്യൂ എന്ന് പറയുന്ന സാധനം ആറും ക്യൂവും ചെക്ക് ചെയ്യുക. അപ്പൊ 2 ഒരുമിച്ച് ട്രൂ ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്താകത്തില്ല, എക്സ്ക്ലൂസീവ് ഫോൾസ് ആവാനേ സാധ്യതയുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം
ആർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രൂ ഫോൾസ് ആവുകയോ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ഫോൾസോ രണ്ടും ഒരുമിച്ച് ട്രൂ ആയി കഴിഞ്ഞാൽ ഇവിടെ ആർ ഡയറക്റ്റ് ആർ നമ്മുടെ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആവും. ഇനി പി ഇംപ്ലൈസ് ക്യൂ, ഇത് പിയും അത് കഴിഞ്ഞ് അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഏത് സ്റ്റേറ്റ്മെന്റ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പം ഇംപ്ലൈസ് ആണ് ടി ഫോൾസ്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫോൾസ് കേട്ടോ. ഇംപ്ലൈസ് ആണ്, ഇംപ്ലൈസിന്റെ സംഭവം നോക്കുക. ഇനി അങ്ങനെ വരുമ്പോൾ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇത്രയും ഇത് ഫോൾസ്, ഇയാളും ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഫോൾസ്. ഇനി ഈ ഡയറക്റ്റ് ചെയ്ത് ഇവിടെ നോക്കുക, അത് ഇവിടെ നിർത്തുക. അപ്പൊ ഫോൾസ് 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 ഇഫ് ആൻഡ് ഓൺലി ഫോൾസ് ഫോൾസ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആയിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾസ് ഫോൾസ് വന്നു കഴിഞ്ഞാൽ ട്രൂ ആവും. ഫോൾസ് ഫോൾസ് ഇഫ് ആൻഡ് ഓൺലി ഫോൾസ് ആണ് ട്രൂ ആയിട്ട്. രണ്ടും ശരിയാണ് തെറ്റാണ്, രണ്ടും ശരി, അപ്പൊ ട്രൂ ആയിട്ട് നമ്മൾ വരും. ഇനി അടുത്തത് ഇവിടെ ട്രൂ, ഇത് ട്രൂ, ഇത് ഫോൾസ്, അപ്പൊ നെഗേഷൻ ആർ എന്താവും ട്രൂ ആവും. അപ്പം ക്യൂ കൺജങ്ഷൻ, അപ്പൊ ക്യൂ കൺജങ്ഷൻ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രൂ ആയിട്ട്. അടുത്തത് ആർ എക്സ്ക്ലൂസീവ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർ എക്സ്ക്ലൂസീവ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ അല്ലെങ്കിൽ ആർ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നോക്കുക. ഇവിടെ ഇത് ട്രൂ ഉണ്ട്, പക്ഷെ ഈ ആർ എന്ന് പറയുന്ന സാധനം ഫോൾസ് ആണ്. അപ്പൊ ക്യൂ ആറും ഫോൾസ്, അപ്പൊ ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, അപ്പോൾ ട്രൂ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ നെഗേഷൻ ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിയും ഇതും കൂടെ നോക്കണം. അപ്പൊ പി ട്രൂ ആണ്, ഇവിടെ ട്രൂ ആണ്, അപ്പം ഇംപ്ലൈസ് വരുമ്പോഴത്തേക്ക് അത് ട്രൂ ആയിട്ട് തന്നെ കിട്ടുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും ട്രൂ ആയതുകൊണ്ട് ഇവിടെയും ട്രൂ ആയതുകൊണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിട്ട് മാറും, ട്രൂ ആയിട്ട് മാറും. അപ്പൊ അടുത്തത് നമുക്ക് ഇതേപോലെ ഓരോന്നും ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ട്രൂ ഉണ്ട്, ഇത് ഫോൾസ് ഉണ്ട്, ഇത് ട്രൂ ആവുമെന്ന് നോക്കണം. അപ്പോഴത്തേക്ക് നെഗേഷൻ ആർ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് മാറും. ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ എന്ന് പറഞ്ഞാൽ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ ഫോൾസ് 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 ഫോൾസ്, രണ്ടും ഫോൾസ് ആണ്. ഇപ്പൊ കൺജങ്ഷൻ ഫോൾസ് ഫോൾസ് വന്നു കഴിഞ്ഞാൽ, കൺജങ്ഷൻ ഫോൾസ് ഫോൾസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആൻഡ് ആണ്. ഫോൾസ് ഫോൾസ് ആയതുകൊണ്ട് എഫ് വന്നത് കൊണ്ട് നമുക്ക് കൺജങ്ഷനും നമുക്ക് കിട്ടുന്നത് ഫോൾസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഫോൾസ് ആയിട്ട് നമുക്ക് വരും. ഫോൾസ് ആൻഡ് ഫോൾസ് ഫോൾസ്. അപ്പൊ അടുത്തത് നമുക്ക് ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ. അപ്പൊ ആർ എന്താണ് ട്രൂ, ക്യൂ, അപ്പൊ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയതുകൊണ്ട് ഇവിടെ ട്രൂ നമുക്ക് കിട്ടും. അടുത്തത് പി ഇംപ്ലൈസ് പി ട്രൂ, ഇത് ഫോൾസ്, അപ്പൊ ഇത് ഫോൾസ് ആവും. അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇഫ് ആൻഡ് ഓൺലി ട്രൂ ഫോൾസ് ട്രൂ ഫോൾസ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു രീതിയിൽ ടേബിള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ സാധ്യതകളും ചെക്ക് ചെയ്യണം. ആ എല്ലാ സാധ്യതകളും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത സാധ്യത ഫസ്റ്റ് ട്രൂ, ഇവർ രണ്ടുപേരും ഫോൾസ് ആയിട്ട് വരാനുള്ള ചാൻസുകൾ ഉള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ട്രൂ ആവും ഓട്ടോമാറ്റിക്കലി. ഇത് നമുക്ക് വീണ്ടും ഫോൾസ് കിട്ടുന്നു, നമുക്ക് ഇതും ഫോൾസ് തന്നെ കിട്ടുന്നു. ചെക്ക് ചെയ്യുമ്പോൾ അറിയാലോ ഫോൾസ് കിട്ടുന്നു, ഇതും ഫോൾസ് കിട്ടുന്നു. അപ്പം ഇവർ രണ്ടുപേരും ഫോൾസ് ആയതുകൊണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് മാറും. ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കണം. അടുത്തത് ടി എഫ് കഴിഞ്ഞാൽ ഫോൾസ് ട്രൂ ട്രൂ എന്ന് പറയുന്ന ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എഫ് വരും, ട്രൂ തന്നെ ഓപ്പോസിറ്റ് അല്ലേ. അടുത്തത് ഇവിടെ അപ്പൊ എഫ് ആവും, ഇവിടെ എഫ് ആവും, ഇവിടെ ടി ആവും. അപ്പൊ ഫോൾസ് ട്രൂ തിരിച്ച് ഇത് ട്രൂ, ഇത് ഫോൾസ്, അപ്പൊ ഇവിടെ ഫോൾസ് ആയിട്ട് മാറും. അടുത്തത് ഇവിടെ ഫോൾസ്, ഇത് ട്രൂ, ഇത് ഫോൾസ് ആവാൻ ചാൻസ്, അപ്പൊ ഇവിടെ ട്രൂ ആവും. ഇത് ട്രൂ, ഇത് ട്രൂ, ഇതും ട്രൂ, അപ്പൊ ഇതും ട്രൂ ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തത് ഫോൾസ് ഫോൾസ് ട്രൂ, ഈ ചാൻസ് ആണ് ഉള്ളത്. അപ്പം ഇത് എഫ്, ഇത് ട്രൂ, ഇത് ട്രൂ, സോറി ഇത് എഫ് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം
നെഗേഷൻ ആണ് എടുക്കുന്നത്. ഇത് ട്രൂ, ഇത് ട്രൂ. അപ്പൊ ഇതും ട്രൂ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ എഫ്, ഇവിടെ എഫ്, ഇവിടെ എഫ്, ഇത് ട്രൂ, മൂന്നും ട്രൂ. അപ്പൊ ഇതാവുമ്പോ ഇത് ഇവിടെ എഫ്, ഇവിടെ വീണ്ടും എഫ്, ഇവിടെ ട്രൂ, ഇവിടെ നമുക്ക് ഫോൾസ് കിട്ടും. ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. സോ ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ മേജോറിറ്റി ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. വളരെ ആദ്യത്തെ 3 സ്റ്റെപ്പുകളും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കണ്ടീഷൻസും നമ്മൾ കോംബോ ആയിട്ട് എടുക്കുന്നത്. 3 എണ്ണം ഉള്ളപ്പോൾ എത്ര ഔട്ട്പുട്ട് വരും എന്നുള്ളത് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 2/3 ആണ് ഔട്ട്പുട്ട്. 2/3 കോമ്പോസിഷൻ വരും. 2 എണ്ണം ആണെങ്കിൽ 2/2 എന്നാണ് വരുന്നത്. 2 പി ക്യൂ സ്റ്റേറ്റ്മെന്റ് ഉള്ളെങ്കിൽ 2/2. 4 ഇതല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. ടി ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ്. അപ്പം 3 എണ്ണം വരുമ്പോൾ 2/3. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 2/4 വരും. അത്രയും കോമ്പോസിഷൻ നമ്മൾ നോക്കണം. ഇതിപ്പോ 8 കോമ്പോസിഷൻ നമ്മൾ ടി 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 എഫ്, ടി എഫ് ടി, ടി എഫ് എഫ്, എഫ് ടി ടി, എഫ് ടി എഫ്, എഫ് എഫ് ടി, എഫ് എഫ് എഫ്, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാനായിട്ട് പോകുന്നത്. വെരിഫൈ ദാറ്റ് P conjunction Q conjunction negation P is a contradiction. And P implies Q if and only if എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ കണ്ടീഷണൽ എന്നാണ് അതിന്റെ അർത്ഥം. ബൈ കണ്ടീഷണൽ negation P disjunction Q is a tautology. അപ്പം എന്താണ് കോൺട്രഡിക്ഷൻ? കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് വരണമെങ്കിൽ ഔട്ട്പുട്ട് ഇതിന്റെ നമ്മൾ ഈ കൊടുക്കുന്ന സാധനത്തിന്റെ ഫുൾ ഔട്ട്പുട്ട് ഫോൾസ് ആയിട്ട്, കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ട്. വാട്ട് ഈസ് ടോട്ടോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട്, ഇത്രയും സാധനത്തിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമല്ലോ, ഇത് ഫുൾ കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ട് വന്ന ടോട്ടോളജി. അപ്പൊ നമുക്ക് ടേബിൾ ഒന്ന് വരയ്ക്കാം. അപ്പൊ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പി ഉണ്ട്, ക്യൂ ഉണ്ട്, നെഗേഷൻ പി വേണം നമുക്ക്. അതുപോലെ പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ പി കൺജങ്ഷൻ ക്യൂ. അത് കഴിഞ്ഞ ശേഷം പി കൺജങ്ഷൻ ക്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരയ്ക്കാൻ പറ്റുന്നത് പി കൺജങ്ഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ പി. കാരണം ഇതും കിട്ടിയിട്ടുണ്ടല്ലോ. സോ അവരുടെ രണ്ടുപേരുടെ കൺജങ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് കൊണ്ട്, അതുപോലെ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നതും, ടോട്ടൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ഉള്ളത്. അപ്പം ഇത്രയും നമുക്ക് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ച് സോ നമുക്ക് ഇത്രയും കണ്ടീഷൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. സോ ഇത്രയും ടോട്ടൽ ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതൊരു ഔട്ട്പുട്ട് ഏരിയ ആണ്, കംപ്ലീറ്റ്ലി ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന സാധനമാണ്. അത് കോൺട്രഡിക്ഷൻ ആണെന്ന് കാണിക്കണം. അടുത്തത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്പുട്ട് വരുന്ന ഏരിയ ആണ്, അത് ടോട്ടോളജി ആണെന്ന് കാണിക്കണം. സോ പിയും ക്യൂവും 2 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ട്രൂ 2 സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് 2/2 എന്ന് പറയുന്ന ഇതാണെന്നുള്ളത്. അപ്പൊ ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ്, ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ അത്രയും ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ട്രൂ വരുന്നത് കൊണ്ട് ഫസ്റ്റ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ്, പി
കൺജങ്ഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജങ്ഷൻ വരണമെങ്കിൽ P2 ട്രൂ 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 എന്ന് പറയുമ്പോൾ കൺജങ്ഷൻ എന്തായിരിക്കും? ട്രൂ ആൻഡ് ആണ്. ആൻഡ് ആണ് നമുക്ക് വരുന്നത്. സോ രണ്ടും രണ്ടും ട്രൂ ആയതുകൊണ്ട് ആൻഡ് ട്രൂ ആയിരിക്കും. അപ്പൊ നെഗേഷൻ പി കൺജങ്ഷൻ പി കൺജങ്ഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ പി എന്ന് പറയുമ്പോഴത്തേക്ക് ട്രൂ ആൻഡ് ഫോൾസ്. ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയുമ്പോൾ ട്രൂ ആൻഡ് ഫോൾസ്. അപ്പൊ ഇത് ട്രൂ ആൻഡ് രണ്ടുപേരും ഒരുമിച്ച് വേണം. അപ്പൊ ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആയിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിട്ട് വരും. കാരണം പിയും ക്യൂവും നോക്കുക, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിട്ട് വരും. നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ. നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓർ നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ് അർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒന്ന്, അപ്പൊ ഇത് ട്രൂ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആ സംഭവം എന്തായിട്ട് മാറും? ഇത് രണ്ടുമാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ കണ്ടീഷനിലാണ്. ട്രൂ ട്രൂ കിട്ടിയതുകൊണ്ട് ഇത് ട്രൂ ആവും. അപ്പം അത് രണ്ടുപേരും ട്രൂ ട്രൂ ആയതുകൊണ്ട് ഇവിടെയും ട്രൂ ആയിട്ട് കിട്ടും. കാരണം ബൈ കണ്ടീഷനിൽ രണ്ടുപേരും ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഇവിടെ പിയുടെ നെഗേഷൻ ഫോൾസ് തന്നെ വീണ്ടും. പി കൺജങ്ഷൻ ഇതെന്ന് പറയുന്നത് ഫോൾസ് വരും നമുക്ക്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഫോൾസ്. ഇനി ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ ഫോൾസ്. ഇവിടെയും നമുക്ക് ഫോൾസ് ആയിട്ട് തന്നെ വരുന്നു. ഫോൾസ് ആയതുകൊണ്ട് ട്രൂ ആയിട്ട് വരും. ഇത് നെഗേഷൻ പി ട്രൂ. ഇവര് പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രൂ ആയിട്ട് തന്നെ വരുന്നു. സോറി, ഫോൾസ് ആയിട്ട് വരുന്നു. നമുക്ക് രണ്ടുപേരും പി ഓർ ക്യൂ അല്ലേ, രണ്ടും ഒരുമിച്ച് ട്രൂ ആയാലേ ട്രൂ ആവത്തുള്ളൂ. സോ ഫോൾസ് ആയിട്ട് തന്നെ വരുന്നു. അപ്പം ഇവിടെയും നമുക്കപ്പോൾ ഫോൾസ് ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നു. അപ്പൊ ഇവിടെ ട്രൂ തന്നെ, ഇവിടെയും ട്രൂ തന്നെ, രണ്ടുപേരും ബൈ കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നു. അടുത്തത് നെഗേഷൻ ട്രൂ ആവുന്നു. രണ്ടുപേരും ഫോൾസ് ആയതുകൊണ്ട് വീണ്ടും ഫോൾസ്. ഓർ രണ്ടുപേരും ഫോൾസ്. അടുത്തത് ഇവരുടെയും ഫോൾസ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇത് ഫോൾസ്, ട്രൂ. അപ്പം ഏതെങ്കിലും ഒന്ന് ട്രൂ, രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവത്തുള്ളൂ. അപ്പൊ ഫോൾസ് ട്രൂ എന്ന് പറയുന്ന സാധനം ഫോൾസ് ആയിട്ട് തന്നെ വരും. സോ ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ ട്രൂ, ഇവിടെ ട്രൂ, ഇതും ട്രൂ. അപ്പൊ ഒന്ന് കംപ്ലീറ്റ് നോക്കിക്കേ. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ട് കിട്ടിയോണ്ട് അത് കോൺട്രഡിക്ഷൻ ആണെന്ന് കൺക്ലൂഷൻ ചെയ്യാം. കോൺട്രഡിക്ഷൻ ആയിട്ടെന്ന് കൺക്ലൂഷൻ കൊടുക്കുന്നു. ഇത് കംപ്ലീറ്റ് ട്രൂ ആയതുകൊണ്ട് ടോട്ടോളജി മതി. അപ്പൊ ടോട്ടോളജി ആവാൻ അത് കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ട് കിട്ടുകയും വേണം. കോൺട്രഡിക്ഷൻ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ ടോട്ടോളജി ആൻഡ് കോൺട്രഡിക്ഷൻ. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ കണക്റ്റീവ്സിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും. ഇത് ബേസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.